ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് നിബിധങ്ങളിലുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക നമ്മൾ അങ്ങനെ ആവുക. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ ആക്കി തരുമാറാകട്ടെ. എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ നബിയുടെ ജീവിതത്തിൽ? ഉണ്ട്. തീരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്. ഹബീബിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് മനുഷ്യരാണ്. അവിടുത്തെ കുടുംബിനികളായ സഹോദരിമാർ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളിൽ ഏറ്റവും മുന്തിയവരാണ്. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി നബി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കപ്പെട്ട് വലിയൊരു മുസീബത്തിലേക്കോ ഒരു തൊലാഖിലേക്കോ ഒന്നും നബി ഞങ്ങൾ കൊണ്ടെത്തിച്ചില്ല എന്ന വലിയ ഒരു മഹത്വം ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരുപാട് അകലെ, മദീനയുടെ അവാലിൽ മദീനയുടെ ഉയർന്ന സ്ഥലങ്ങളിൽ പോയി താമസിച്ച മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരും മദീനക്കാരും മുഴുവനും പേടിച്ചിരുന്നൊരു സംഭവമുണ്ട്. ഗസാസിന എന്ന് പറയുന്ന ജോർഡാനിന്റെ ഭാഗത്ത് താമസിക്കുന്ന, ഇന്നത്തെ ജോർഡാൻ, അന്നത്തെ ഹിജാസിന്റെ അങ്ങേയറ്റത്ത് താമസിക്കുന്ന ഒരു ജൂത കുടുംബം, അവര് മദീന വന്ന് ആക്രമിക്കുമോ എന്നൊരു പേടി, നമ്മൾ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പേടിക്കണ പോലെ അവർ പേടിച്ചിരുന്ന സംഭവമാണ് ഗസാസിനക്കാർ വന്ന് ആക്രമിക്കുമോ എന്ന്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലപ്പോഴും ആ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു പോവാറുള്ളത്. ഉമർ തങ്ങൾ നിസ്കരിക്കുന്നത് തൊട്ടരികത്തുള്ള പള്ളിയിലാണ്. മദീനത്തെ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വല്ലപ്പോഴും ഒന്നിടവിട്ട ഉമർ തങ്ങൾ വരിക. ഉമർ തങ്ങളുടെ കൂടെ മദീനക്കാരനായ മറ്റൊരു സുഹാബിയുണ്ട്, അൻസ്വാരിയായ ഒരു സുഹാബി. ആ അൻസ്വാരിയായ സുഹാബിയും ഉമർ തങ്ങളും ഊഴമായിട്ടാ. അദ്ദേഹം ഉമർ തങ്ങൾക്കും അവർക്കും 2 തോട്ടങ്ങളുണ്ട് ഓരോരുത്തർക്കും. പറയും ഉമർ എന്നവരെ, ഇന്ന് നിങ്ങളെ തോട്ടവും എന്റെ തോട്ടം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി പഠിച്ചോ, നബി തങ്ങളുടെ ഹദീസ് എനിക്ക് വന്ന് പറഞ്ഞു തരണം, നാളെ ഞാൻ പോകും, തോട്ടങ്ങൾ നോക്കണം, നമ്മൾ 2 പേരുടേതും നോക്കാം. അങ്ങനെ ഊഴമായി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹാബിയല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്നൊരു കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. ഭർത്താവ് മിണ്ടണ്ട എന്ന് പറഞ്ഞ പിന്നെ മിണ്ടൂലായിരുന്നു. അങ്ങനെയാ ഞങ്ങൾ മക്കത്തേക്ക് വരുമ്പോ. പക്ഷെ മദീനയിലെ അൻസ്വാരി പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് ഒരൽപ്പം നാവ് വെച്ച് സംസാരിക്കുന്നവരാ. മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ എന്താ മിണ്ടാഞ്ഞ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ മദീനക്കാരികളുടെ കൂടെ കൂടിയപ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇത് പഠിച്ചു. അവര് ഞങ്ങളോട് നാവ് പറയാൻ തുടങ്ങി. പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ചെയ്യൂലായിരുന്നു എന്ന് ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ സ്വന്തം ഭാര്യയോട് എന്തോ സംസാരിക്കുമ്പോ ഭാര്യ എന്നെ ഒഴിവാക്കി തന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ, തക്കതായ ശറഅ് അംഗീകരിക്കുന്ന കാരണമില്ലാതെ എന്നൊന്ന് ഒഴിവാക്കി തരുമോ, എനിക്ക് വേറെ ആളെ കെട്ടാനുണ്ടെന്നോ, എന്നൊന്ന് തൊലാഖ് ചൊല്ലി തരുമോ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനോട് തൊലാഖ് ചോദിച്ചാൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗ്ഗം അവൾക്ക് അല്ലാഹു ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ തമാശ പറഞ്ഞു കളിക്കല്ലേ. എന്നെ ഒഴിവാക്കിയേക്കണമെന്നോ എന്നെ തൊലാഖ് ചൊല്ലണമെന്നോ ഒരു പെണ്ണ് പറഞ്ഞാൽ മിൻ ഗൈരി മാ ബഅസിൻ, തക്കതായ ഒരു കാരണമില്ലാതെ ഭർത്താവിനോട് എന്നൊന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം അവർക്ക് നിഷിദ്ധമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാ, ഭാര്യ ഭർത്താവിന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാ. നബി തങ്ങൾ പറയുമായിരുന്നു, റഹിമല്ലാഹു ഇംറഅൻ, ഒരു പെണ്ണിനല്ലാഹു ഒരു ആണിനല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യാൻ അതിൽ നമുക്കൊക്കെ പെടാൻ പറ്റും. ആരാന്നറിയോ? ഖാമ മിനൽ ലൈൽ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ആൾക്കാരൊക്കെ ഉറങ്ങുമ്പോഴേ സുബ്ഹിക്ക് മുമ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഭാര്യ ഉറങ്ങുകയാണ്. അവളെയും എഴുന്നേൽപ്പിച്ചു, നീയും ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് പറയുമ്പോ അവൾ എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നപ്പോ അവളുടെ മുഖത്തേക്ക് ചെറിയ തോതിൽ വെള്ളം തെളിച്ചു, ഉറക്കം ഉണരാൻ. അങ്ങനെ ചെയ്ത് അവളെ എഴുന്നേൽപ്പിച്ച ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എങ്ങനെ? നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി, പക്ഷേ ഭാര്യയെ കൂടെ എഴുന്നേൽപ്പിക്കുക. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവള് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. സുബ്ഹിന്റെ ഒക്കെ മുമ്പ് 2 റക്അത്ത് സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ നിസ്കരിക്കാൻ വേണ്ടി അവൾ ഉളൂ എടുത്തു വന്നു. ഭർത്താവിനെ വിളിച്ചു, എഴുന്നേൽക്ക്, 2 റക്അത്ത് നിസ്കരിക്കല്ലേ തഹജ്ജുദ്. ഫഅബാ, പറഞ്ഞ ഉറങ്ങാൻ.
അങ്ങനെ വിസമ്മതിച്ചപ്പോ ഒരൽപ്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്കങ്ങ് കുടഞ്ഞു കൊടുത്തു. വിഷമിപ്പിക്കാനല്ല, ഉറക്കം ബുദ്ധിമുട്ടാക്കാനല്ല, എഴുന്നേൽക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളം കുടഞ്ഞു കൊടുത്ത് ഭർത്താവ് എഴുന്നേൽക്കുകയും ആ ഭർത്താവും ഭാര്യയും രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടായാൽ എഴുന്നേൽപ്പിച്ച ഭർത്താവിന്റെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച ഭാര്യയ്ക്ക് വേണ്ടി റഹ്മത്തിന് ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ വീട്ടിൽ റഹ്മത്തുണ്ടാവും, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. നമ്മൾ സ്വർഗം കൊടുക്കാൻ വേണ്ടി വന്നവളാ. ഭർത്താവിന് വേണ്ടി സ്വർഗം കൊടുക്കാൻ ഭാര്യയും, ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങിക്കാൻ ഭർത്താവും, രണ്ടുപേരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഭാര്യയുടെ ശറഅ്, ഭാര്യയ്ക്ക് ദീനിൽ അറിയേണ്ട വിഷയങ്ങൾ, അത്യാവശ്യ വിഷയങ്ങൾ ഭർത്താവ് പറഞ്ഞു കൊടുക്കേണ്ടവനാണ്. ഹൈദിന്റെ മസ്അലകൾ ഭർത്താവും പഠിച്ചു വെക്കണം, ഭാര്യ പഠിച്ചു വെക്കണം. നിഫാസിന്റെ മസ്അലകള്, ഏതൊക്കെ നിസ്കാരമാണ് ഖളാ വീട്ടേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവർ ശുദ്ധിയാവേണ്ടത്, എല്ലാം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും വേണം, ഭാര്യ സ്വന്തം പഠിക്കും വേണം. ഇതും ബാധ്യതയാണ് ഭർത്താവിന്, അവരുടെ ദീന് ശരിയാവാൻ. ഭാര്യയ്ക്ക് ഹറാമിന്റെ അവസരങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. അന്യ ആളുകളുമായി ഇടപഴകുന്ന അവസ്ഥകൾ വരരുത്. നിബിധങ്ങൾ പറഞ്ഞുവല്ലോ, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലല്ലേ. വേല നടക്കുമ്പോഴും നടക്കാറുണ്ട്, കടലൊക്കെ വെക്കാനൊക്കെ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടെ നല്ല മുത്ത മനുഷ്യന്മാര് നടക്കുക. ഹറാമാണ്, ചെയ്യാൻ പാടില്ല, ഹറാമാണ്. പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ പറഞ്ഞേക്കാം. ബക്കറ്റ് പിരിവ് നടക്കാണെന്ന് വിചാരിച്ചോളൂ. വാതിന് പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരൻ ചെല്ലാൻ പാടില്ല, ഹറാമാണ്. അവര് ബക്കറ്റ് പിരിവിന് വേണം, അല്ലെങ്കിൽ സംഭാവന ചോദിക്കണം. കുട്ടികളെ പറഞ്ഞേച്ചോളൂ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങളുള്ളിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുതേ. ഒരാള് ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയേ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയാൽ കുഴപ്പമുണ്ടോ? ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ആ ഭാര്യ ഉള്ള റൂമിലേക്കോ അവൾ അടുക്കളയിൽ ഉണ്ടായിരിക്കുന്ന സമയത്തോ പ്രായപൂർത്തിയായ ഭർത്താവിന്റെ പ്രായപൂർത്തിയായ അനുജനോ ജ്യേഷ്ഠനോ അവളുടെ അരികത്തേക്ക് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ നബിയേ? എന്താ ചോദിച്ചത്? സ്വാഭാവികമല്ലേ നമ്മൾ പറയാ. എന്താ തങ്ങളുടെ മറുപടി എന്നറിയോ? മരണത്തെ പേടിക്കുന്ന പോലെ ഭർത്താവിന്റെ സഹോദരന്മാരെ പേടിക്കണം, പ്രായപൂർത്തിയെത്തിയവരെ. കാരണം അവിടെ ഫിത്നയുടെ സാധ്യതകൾ കൂടുതലാണ്, വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഭർത്താവിന്റെ അനിയന്റെ കൂടെ സ്വന്തം ഭാര്യയെ പറഞ്ഞേക്കാൻ പറ്റുമോ ഹോസ്പിറ്റലിലേക്ക്? ഹറാമല്ല, കുറ്റകരമല്ല. ബൈക്കിലെത്തിയിട്ട് പോവുക, തൊട്ടുരുമിയിട്ട്. അവരന്യവരല്ലേ, അവര് വിവാഹബന്ധം ഹറാമായവരല്ലല്ലോ. ഹറാമായവരല്ലാത്ത മഹ്റമുകളല്ലാത്ത ആളുകൾ തമ്മിൽ ഒരുമിച്ചായാൽ മൂന്നാമതായവരുടെ കൂടെ പിശാചുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വീടുകൾക്കുള്ളിൽ, വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അടക്കം പിടിച്ച് നാട്ടുകാർ അറിഞ്ഞതും അറിയാത്തതും, വീട്ടുകാര് പുറത്തുവിട്ടതും അറിയാത്തതും, നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വീട്ടുകാര് വിചാരിച്ചതും വിചാരിക്കാത്തതും എത്ര പ്രശ്നങ്ങൾ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, ഭർത്താക്കന്മാർ ദയ്യൂസുകളാവരുത്. ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരുടെ വിഷയത്തിൽ അവരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകുമ്പോ ഭർത്താക്കന്മാര് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? മുസ്ലിമത്തായ ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ? നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ചികിത്സിക്കാൻ. ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ, പെണ്ണ് ഡോക്ടർ ഉണ്ടോ, മുസ്ലിമത്തായവൾ. അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലിലും കിട്ടണില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട്. എങ്കിൽ മുസ്ലിമല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ, ലേഡി ഡോക്ടർ ആവണം. അടുത്ത ചോയ്സ് അതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവമായി തുടങ്ങി, ഗൈനക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഔറത്ത് കാണുന്നവരാണ്. പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ? പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കാണ്. മെയിൽ ഡോക്ടർക്ക്, പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ഔറത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്നു കൊടുക്കാണ് പുരുഷനായ ഭർത്താവ്. ഹറാമല്ലേ നമ്മളാ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റമുണ്ട്. പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ, പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ
മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മാട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് അതാണ് ഖൈർ. ഒന്ന് ദൂരെ പോയാലും അതാണ് ഖൈർ. അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമത്തല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ നോക്കണം. ഭർത്താക്കന്മാർ ഇത് ശ്രദ്ധിക്കണം. പെണ്ണ് ഡോക്ടറെയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ. പെണ്ണുങ്ങൾ കിട്ടാനില്ല, മുസ്ലിമത്തായ പെണ്ണിനെ കിട്ടാനില്ല. പെൺ ഡോക്ടർ മുസ്ലിമല്ലാത്ത പെൺ ഡോക്ടറെയും കിട്ടുന്നില്ല. പിന്നെയാണ് മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ, അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിമല്ലാത്ത ഒരു അമുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിനെ ചികിത്സിക്കാൻ പറ്റൂ. ഇതാണ് ശർഇന്റെ നിയമം. നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത്? ഡോക്ടർ റൂമിലേക്ക് ആക്കിയിട്ട് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. അന്യപുരുഷന്റെ മുമ്പിൽ അന്യപുരുഷനാണ് അയാൾ, അല്ലേ? ഡോക്ടർ അന്യപുരുഷനല്ലേ? മാ ഖലാ റജുലും മിംറഅത്തിൻ ഇല്ലാ കാന സാലിദുഹുമ ശൈത്വാൻ. ഒരു പെണ്ണിന്റെ ദീന് സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ പെണ്ണിന് അന്യപുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഫിത്നയുടെ സാധ്യത കുറവുണ്ടവിടെ. നമ്മൾ ഈ പറഞ്ഞ പരിഗണനകളൊക്കെ നോക്കിയിട്ട് ഫീമെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, ഫീമെയിൽ നോൺ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, മെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല. പിന്നെയാണ് നിങ്ങൾക്കൊരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയ ഒരു ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ നിന്നു കൊടുക്കണ്ടേ? നിങ്ങളവിടെ ശ്രദ്ധിക്കണ്ടേ? പെണ്ണിനെ അനസ്തേഷ്യ ചെയ്തു കഴിഞ്ഞാൽ, ബോധം കെടുത്തിക്കളഞ്ഞാൽ അവരുടെ ഔറത്ത് വെളിവാകുന്ന അവസ്ഥ വരും. പുരുഷന്മാരായ നഴ്സുമാർ അവിടെ കാണും, പുരുഷന്മാരായ മറ്റു ഡോക്ടർമാർ വന്ന് നോക്കില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് അന്യപുരുഷന്മാർ കാണുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ പേര് ദയ്യൂസ് എന്നാണ്. നാളെ അല്ലാഹു മുഖത്ത് പോലും നോക്കില്ലെന്നാണ്. സ്വന്തം കുടുംബത്തിലെ ഹറാമ് നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ, അവരെ പേരാണ് നബി തങ്ങൾ പറഞ്ഞ് ദയ്യൂസ്. അവരെ അല്ലാഹു നോക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല കരുതലോടെ നിൽക്കണേ പെണ്ണുങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. പ്രസവിച്ചു വരാന്ന് വിചാരിച്ചു പോവല്ലേ. നിങ്ങൾക്ക് അനുയോജ്യരായ ഡോക്ടർമാരെ നോക്കിക്കോളി, ആൺ ഡോക്ടർമാരെ നോക്കി ഓടണ്ട. ദയവ് ചെയ്ത് പെണ്ണുങ്ങളൊന്ന് ഗൈനക്കോളജിസ്റ്റുകളായി പഠിച്ചോളൂ. കുറെ നല്ല ഡോക്ടർമാർ, ഫീമെയിൽ മുസ്ലിം ഡോക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ, ദീനിന്റെ വിഷയത്തിൽ ഗീറത്ത് വേണം. തന്റെ ഭാര്യ ഹറാമിലേക്ക് പോകരുത്. അവൾക്ക് ഹറാമ് കാണാനോ ഹറാമുമായി ഇടപെടാനോ ഉള്ള അവസരം ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതിൽ ഭർത്താവിന് ബാധ്യതയുണ്ട്, ഭാര്യയ്ക്ക് ബാധ്യതയുണ്ട്, ഭർത്താവിനും ബാധ്യതയുണ്ട്. ഓരോരുത്തരും അവനവന്റെ ദീൻ ശ്രദ്ധിക്കേണ്ടവരാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദീനിന്റെ അഹ്കാമുകൾ കൃത്യമാണ്, നമ്മളിത് പാലിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയം വസ്ത്രം നീങ്ങുന്ന സമയമാണ്. അത് അന്യപുരുഷന്മാർ കാണാൻ ഇടവരരുത്. അത് ഡോക്ടർമാരായാലും ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് മുസ്ലിമത്തല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ സ്വീകരിക്കാം. അതുമില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിമായ ആൺ ഡോക്ടർ, അയാളെയും കിട്ടാനില്ലെങ്കിൽ മുസ്ലിം അല്ലാത്തൊരു, എന്നാൽ മാത്രമേ ആ ഒരു ഫൈനൽ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റൂ. നേരങ്ങ് ഓടുകയാണ് നമ്മൾ, ആള് നല്ല ഡോക്ടറാണ്, പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് എത്രയോ ഹോസ്പിറ്റലിൽ ഇപ്പോഴില്ലേ, മുമ്പത്തെ പോലെയാണോ? ഇവിടെ അല്ലെങ്കിൽ അവിടെ പോയിക്കൂടെ, അവിടെ അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയിക്കൂടെ? ഒരൽപ്പം യാത്രാക്ഷീണമോ പ്രയാസമോ നമ്മൾ സഹിച്ചാലും നരകത്തിന്റെ ചൂട് കൊള്ളുന്നതിനേക്കാളും നല്ലത് ഇതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ആജ്ഞ അനുസരിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا.
പൊന്നു സഹോദരന്മാരും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് 2 പ്രാവശ്യമാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞത്. ഇത്തഖൂ റബ്ബക്കും, ഇത്തഖുല്ലാഹ്. 2 പ്രാവശ്യം അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. കുടുംബമായി ജീവിക്കുകയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. കണ്ണ് സൂക്ഷിക്കണം, നമ്മുടെ ഇടപെടലുകൾ സൂക്ഷിക്കണം. അന്യ ആളുകളുമായി കാണുന്നത്, സംസാരിക്കുന്നത്. പ്രായപൂർത്തിയെത്തിയ ചെറുപ്പക്കാരെ മനസ്സിലാക്കിക്കോളൂ. പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിന് അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ പെണ്ണൊരു ആണിനോട് സംസാരിക്കുന്നതും കൊഞ്ചിക്കൊഴയുന്നതും ടെസ്റ്റുകൾ കൈമാറുന്നതും കുശലാന്വേഷണം നടത്തുന്നത് പോലും ഹറാമായ കുറ്റകരമാണെന്നിരിക്കെ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരുതരം ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് മക്കള്. ഒരുതരം ഫ്രീഡം. യൂണിവേഴ്സിറ്റിയിലെത്തിയാൽ കുഴപ്പമില്ല, ഒരുമിച്ച് ടൂർ പോവാണ്, കുഴപ്പമില്ല, എങ്ങനെയും ജീവിക്കാം. അല്ല മുഅ്മിനേ, നമുക്കൊരു ജീവിതമുണ്ട്. നമുക്കൊരു ജീവിതം അല്ലാഹു കൃത്യമായി തിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. കണ്ണുകൾ സൂക്ഷിക്കണേ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ കഴിയുന്ന അവസരം വരെ വിവാഹം ചെയ്താൽ നിങ്ങൾ ഏതായാലും അല്ലാഹുവിനെ സൂക്ഷിക്കുമല്ലോ. വിവാഹമാകുന്നത് വരേക്കും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ആ സൂക്ഷിക്കാനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കണം. ആണും പെണ്ണും. അതുകൊണ്ട് അന്യ പുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ പെണ്ണുങ്ങളെ നിർത്തിക്കോളൂ. ഇന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സുകളായി നിങ്ങൾ ആഡ് ചെയ്തവരെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കോളൂ. അന്യ പെണ്ണുങ്ങളുമായുള്ള ബന്ധങ്ങൾ ചെറുപ്പക്കാരാ നിർത്തിക്കോ. അള്ളാഹുവിന് നിന്നോട് പൊരുത്തമല്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഒരന്യ പെണ്ണിനോട് നിന്റെ കൽബിൽ പ്രേമമുണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ പോകുന്നത് കുറ്റക്കാരനായ ഒരവസ്ഥയിലാണ്, തിന്മ ചെയ്ത അവസ്ഥയിലാണ്. മൻ ഖബ്ബബ ഇംറഅതൻ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ആരെങ്കിലും ഒരാളുടെ ഭാര്യയെ മോശപ്പെടുത്തിയാൽ നബി തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയെ അവൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ തീരുമാനം വലാകിൻ ഖദല്ലാഹു വശാഅ, അള്ളാഹു തീരുമാനിച്ചാൽ അതല്ലേ നടക്കുകയുള്ളൂ. മറ്റൊരുത്തന്റെ ഭാര്യയെ പഴപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്ത് കൊണ്ടുപോവുകയോ യാത്ര ചെയ്യുകയോ കൂടെ അല്ലെങ്കിൽ ഹറാമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ ലൈസ മിന്നാ, മറ്റൊരുത്തന്റെ ഭാര്യയെ പഴപ്പിച്ചവൻ എന്റെ ഉമ്മത്തിയെ അല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഹബീബിന്റെ ശഫാഅത്ത് പോലും കിട്ടുകയില്ലല്ലോ. ഹബീബിന്റെ ശഫാഅത്ത് കിട്ടൂല. നാടുകളിൽ പരസ്യമായ രഹസ്യങ്ങൾ എത്രയാണുള്ളത്, പത്രങ്ങളിൽ വരുന്നത്, ചാനലുകളിൽ വരുന്നത്, കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ വരുന്നത് എത്രയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് വരാതിരിക്കട്ടെ. ഓരോരുത്തരും അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവരാകട്ടെ. നമ്മുടെ ആണും പെണ്ണും, ആൺമക്കളും പെൺമക്കളും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാവട്ടെ. കണ്ണുകളെ സൂക്ഷിക്കുന്നവരാകട്ടെ. നാവ് സൂക്ഷിക്കണം, മനസ്സ് സൂക്ഷിക്കണം, കൈകാലുകൾ സൂക്ഷിക്കണമേ. അങ്ങനെ നിങ്ങൾ മൻ തറക ലില്ലാഹി അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി കണ്ണു ചിമ്മിയാൽ, വിവാഹം ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ ഹറാമിലേക്ക് നോക്കാതെ, ഹറാമിലേക്ക് കണ്ണഴിക്കാതെ, അന്യ പെണ്ണുങ്ങളെ നോക്കാതെ, എനിക്ക് അള്ളാഹു അനുവദിക്കുന്ന നിക്കാഹ് നടക്കുന്നവരെ ഞാൻ ക്ഷമിക്കുകയാണ്, എന്റെ കണ്ണുകളെ ഞാൻ അയച്ചു വിടുകയില്ലെന്ന് പറഞ്ഞ് കണ്ണുകളെ സൂക്ഷിച്ചാൽ, അവൻ കണ്ണ് ചിമ്മി സൂക്ഷിച്ചതിന് പകരം അവൻ എത്രയും സ്നേഹമുള്ള, സൗന്ദര്യമുള്ള, സൗഭാഗ്യമുള്ള ഒരു പെണ്ണിനെ അവൻ ഈ കണ്ണു ചിമ്മിയതിന് പകരം അള്ളാഹു പകരം കൊടുക്കുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു, അള്ളാഹുവിന് വേണ്ടിയല്ലേ കണ്ണു ചിമ്മിയത്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നിന്റെ പ്രേമം നീ ഒഴിവാക്കിയത്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ എന്തൊക്കെയോ മനക്കോട്ട കൂട്ടിവെച്ചിട്ട് കല്യാണം കഴിക്കണം, അവളെ മാത്രമാണ് എന്റെ ജീവിത സഖിയെന്ന് അവനാണ് എനിക്ക് വേണ്ടതെന്ന് അവളും പറഞ്ഞിട്ട് അള്ളാഹുവിനോർത്ത് പിന്മാറിയാൽ, സ്വന്തം മാതാപിതാക്കൾ ഒരു ചെറുപ്പക്കാരന്റെ ദീനും അവന്റെ സ്വഭാവവും അവന്റെ സൽവൃത്തിയും അന്വേഷിച്ച് നിങ്ങൾക്കൊരു പുതിയാപ്പിളയായി കൊണ്ടുവരുന്നവരെ, സഹോദരി പെണ്ണെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ ക്ഷമ പാലിക്കണമേ. സ്വന്തം ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് യോജിച്ചൊരു കുടുംബിനിയെ കണ്ടെത്തുന്നവരെ നിങ്ങളുടെ പൊരുത്തത്തോടുകൂടെ തന്നെ അതുവരേക്കും ഒരു ഹറാമിലേക്കും പോവാതെ ചെറുപ്പക്കാര നിങ്ങളും കണ്ണുകളെ സൂക്ഷിക്കണമേ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകട്ടെ.
കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, നോക്കുന്നത്, കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്. നാവ് കൊണ്ട് വ്യഭിചാരത്തിന്റെ കഥകൾ പറയുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. ചെവി കൊണ്ട് വ്യഭിചാര കഥകൾ കേൾക്കുന്നത് ചെവി കൊണ്ട് ചെയ്യുന്നതാണ്. കൈ കൊണ്ട് തൊടുന്നതോ സ്പർശിക്കുന്നതോ തോണ്ടി നോക്കുന്നത്. ക്യാമ്പസുകളൊക്കെ അങ്ങനെ ആണും പെണ്ണും തോളിൽ പിടിച്ച് നടക്കാൻ. സിനിമകൾ അങ്ങനെയാണ് ഇറങ്ങുന്നത്. പുതിയ പുതിയ ന്യൂ ജനറേഷൻ സിനിമകൾ സംവിധായകന്മാരുണ്ടാക്കുന്നത് അങ്ങനെയാണ്. മിക്സിംഗ്, ആണും പെണ്ണും ജാതിയും മതവുമോട് പ്രശ്നമല്ല. സ്നേഹമുണ്ടെങ്കിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, കരുതലോടുകൂടെ ഇരിക്കേണ്ട ലോകമാണിത്. അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. ഖബറിലേക്ക് പോയി കിടക്കാൻ വന്നവരാ നമ്മൾ. അവിടെ പോയി കിടക്കാനുള്ളവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാകാൻ പോവാൻ. അള്ളാഹു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. മാതാപിതാക്കൾക്ക് സേവനം ചെയ്തോളൂ. ഉമ്മയെ സന്തോഷിപ്പിച്ചോളൂ, ബാപ്പയെ സന്തോഷിപ്പിച്ചോളൂ, സഹോദരനെ സഹോദരിയെ നോക്കിക്കോളൂ, കുടുംബ ബന്ധങ്ങൾ യോജിപ്പിച്ചോളൂ. അള്ളാഹുവിന്റെ അടുത്ത് ഒരുപാട് കൂലിയാണ്. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ആയുസ് കൂടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹു തരുന്നതിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? കുടുംബ ബന്ധം ചോർത്തിക്കോ. വാപ്പയോട്, ഉമ്മയോട്, വാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരോട്, ഉമ്മയുടെ ജ്യേഷ്ഠാനുജത്തിമാർ, ഉമ്മയുടെ ആങ്ങളമാർ, വാപ്പയുടെ പെങ്ങന്മാർ, നിന്റെ രക്തബന്ധമുള്ള ആളുകൾ, അവരുമായി കുടുംബ ബന്ധം ചോർത്തിക്കോളൂ. ഇൻഷാ അല്ലാഹ് 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കാൻ ഒരു മുസ്ലിമിന് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാദാ മുസ്ലിം സഹോദരൻ തന്റെ ഒരു സഹോദരനോട് 3 ദിവസത്തിലേറെ പിണങ്ങിക്കൂടാ. എന്തോ കാരണമായിക്കോട്ടെ, അത് ബിസിനസ് ആവാം, കുടുംബമാവാം, കല്യാണ പ്രശ്നമാവാം, അയൽപക്ക തർക്കമാകാം, അതിരു തർക്കമാകാം, വഴി തർക്കമാകാം, എന്തോ ആകട്ടെ 3 ദിവസത്തിലേറെ ഒരു മുസ്ലിമിനോട് മിണ്ടാതിരിക്കാൻ പാടില്ലേ. ഇവൻ മുഖം തിരിക്കുന്നു, അവൻ മുഖം തിരിക്കുന്നു. ആരാണോ ആദ്യമായി ചെന്ന് സലാം പറയുന്നത് അയാൾക്കാണ് സർവ്വ നന്മയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സുകളൊന്ന് നന്നാവണേ, പിണക്കങ്ങളൊക്കെ തീർക്കണേ. മിണ്ടാതെ കഴിയുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നാളെ നമ്മൾ മരിച്ച് നമ്മുടെ ജനാസ മെഹ്റാബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഉമ്മയോട് പൊറുക്കണേ എന്നോ, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നോ, എന്റെ ജ്യേഷ്ഠന്മാരതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ എന്നോ, ജ്യേഷ്ഠനോ അനിയനോ മക്കളോ വാപ്പാക്ക് വേണ്ടി ജ്യേഷ്ഠന് വേണ്ടി എങ്കിലും ഒരാൾ മാപ്പ് തരണേ എന്ന് ചോദിക്കി. പിന്നെ വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഉംറ കഴിയണ വരെ ഒരു ചെറിയ അഗ്രിമെന്റ്. ഉംറ കഴിഞ്ഞാൽ പിന്നെ പഴയ മട്ടത്ത് തന്നെ മിണ്ടൂല. ആവല്ലേ മുഅ്മിനെ, മനസ്സ് നന്നാക്കി. അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നബിയാ പറയുന്നത് 3 ദിവസം വരെ മനുഷ്യനല്ലേ ഒരു പിണക്കമാകാം. അങ്ങനെ ആയിപ്പോയി എന്ന് വരും. പക്ഷേ 3 ദിവസത്തിലേറെ പോയാൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും മുഅ്മിനീങ്ങളുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടും. പക്ഷേ മിണ്ടാതിരിക്കുന്ന സുഹൃത്തുക്കൾ അവര് നന്നാവുന്നവരെ, അവര് പരസ്പരം മിണ്ട് നന്നാവുന്നവരെ അവരുടെ ഒരു അമലുകളും ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തേക്ക് ഉയർത്തൂല, അവര് മിണ്ടട്ടെ, അതുവരെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ടെന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സുകൾ നന്നാവുകയും കുടുംബ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുകയും റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ മാം ബാപ ഇസ് ജഹാൻ में सबसे बड़ी है दौलत सच पूछिए तो ये है दोनों खुदा की रहमत. ഉമ്മാക്കും വാപ്പാക്കും സേവനം ചെയ്ത് സ്വർഗം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. ആമീൻ 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 എന്ന് 3 പ്രാവശ്യം മദീനയിലെ മിമ്പറിൽ വെച്ച് ആമീൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കേട്ട ഹദീസ് അല്ലേ അത്? എന്തിനാ നബി ആമീൻ പറഞ്ഞത്? ഇവിടെ ആരും ദുആ ചെയ്തില്ലല്ലോ. ഉണ്ട്, ദുആ ചെയ്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. നബിയേ, അങ്ങയുടെ പേര് ഏതെങ്കിലും ഒരു സദസ്സിൽ പറയപ്പെട്ടപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതിരിക്കുന്നവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്ന് ആമീൻ ദുആ ചെയ്തപ്പോ അതിന് ആമീൻ പറഞ്ഞതാണ് റസൂലുള്ളാഹ്.
മദീനയിലെ മിമ്പറിൽ നിന്ന് ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ സ്വീകരിക്കണേ, ഉത്തരം തരണേ എന്ന് പറഞ്ഞത് ആരാണ്? മുത്ത് റസൂലുള്ളാഹി നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ ആമീൻ പറയണം. ആർക്കെങ്കിലും റമളാൻ വരികയും റമളാൻ ആ വർഷത്തെ റമളാൻ കഴിഞ്ഞു പോവുകയും ചെയ്തിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കാൻ സാധിക്കാതിരിക്കുകയും റമളാൻ കഴിഞ്ഞു പോയിട്ടും ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അയാളും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലട്ടെ എന്ന് ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിച്ചു, നബിയേ, ഏതെങ്കിലും ഒരാളുടെ വാർദ്ധക്യകാലത്ത് ഒരാൾക്ക് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കെ ഒരു ഉമ്മയെയോ അല്ലെങ്കിൽ വാപ്പയെയോ ഒരാളെയോ രണ്ടുപേരെയോ വാർദ്ധക്യ സമയത്ത് ലഭിച്ചതിന്റെ ശേഷം വാപ്പ സ്വന്തം മകന്റെ കൂടെ, ഈ മകന്റെ കൂടെ വാപ്പയോ ഉമ്മയോ വാർദ്ധക്യ സമയത്ത് കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങിക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും അയാൾക്ക് സ്വർഗം ലഭിച്ചില്ല എങ്കിൽ വാർദ്ധക്യ സമയത്ത് മാതാപിതാക്കളെ നോക്കി അവർക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങാൻ അല്ലാഹു അവസരം കൊടുത്തിരിക്കെ മാതാപിതാക്കളെ നോക്കി സ്വർഗം വാങ്ങാൻ ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അയാളെയും അകറ്റട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. അതിന് ആമീൻ പറഞ്ഞു മുത്ത് റസൂലുള്ളാഹി. പിന്നെ എങ്ങനെയാ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുക? എങ്ങനെയാ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നത്? അവരവിടുന്നും ഇങ്ങോട്ടും ഓടിക്കുന്നത്? അവിടെ ആയിക്കോട്ടെ, ഇവിടെ എനിക്ക് ഉമ്മയെ വേണം, വാപ്പയെ ഞാൻ നോക്കിക്കോളാം, ഉമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് മത്സരിച്ച് സ്നേഹിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു അതിന്റെ നന്മ രണ്ട് ലോകത്തും കൊടുക്കും. നേരെ മറിച്ചും ചെയ്യുന്നവരുണ്ട്. വാപ്പയെ എനിക്ക് വേണ്ട, ഉമ്മയെ എനിക്ക് വേണ്ട, നീ കൊണ്ടുപോയിക്കോ, നിന്റെ അരികത്താവട്ടെ, ഞാൻ നോക്കിയില്ലേ 2 മാസം, ഇനി നീ അയക്കോ എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെ തട്ടിക്കളികളാണ്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ ആമീൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾക്കൊരു വാപ്പയെ തന്നവനാണ് അല്ലാഹു. വഖലഖ മിൻഹാ സൗജഹാ, നിങ്ങൾക്കൊരു ഉമ്മയെ തന്നവനാണ് അല്ലാഹു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ആണുങ്ങളും പെണ്ണുങ്ങളുമായി മനുഷ്യരെ പടച്ചത് അല്ലാഹുവാണ്. ഇത്തഖുല്ലാഹ് അള്ളാഹുവിനെ വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കാറുള്ളത്? അള്ളാഹനെ വിചാരിച്ച് തരണേ എന്ന്, അള്ളാഹനെ വിചാരിച്ച് കൊടുക്കണേ എന്ന്. ആ റബ്ബിനെ സൂക്ഷിച്ചോളൂ. വല്ലർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും സൂക്ഷിച്ചോളൂ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അള്ളാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണിത് പാലിക്കുന്നതെന്നും ആരൊക്കെയാണ് പാലിക്കാത്തതെന്നും അള്ളാഹുവിനറിയാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ വനിഅമർ റഖീബ്, അള്ളാഹു എല്ലാം അറിവുള്ളവനാണ്, ഞാൻ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.